ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ടാണ്. വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത്. പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചുരിദാർ ഇട്ടത് 6ൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്. ചുരിദാർ ഇട്ടത് 6ലോ 7ലോ പഠിക്കുമ്പോഴാണ് ചുരിദാർ ആദ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ആ വസ്ത്രം ധരിച്ചപ്പോൾ ഒരുപാട് പരിഹാസങ്ങളും ഇതുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ മൊത്തത്തിൽ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാത്തവരായതുകൊണ്ട് വീണ്ടും അതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അന്നത്തെ കാലത്ത് ആ രീതിയിലാണെങ്കിൽ ഇന്നത്തെ കാലത്ത് വേറെ രീതിയിലാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ചുരിദാറും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുപാട് അംഗീകരിച്ചു. ഇപ്പോൾ അമ്മച്ചിമാരും എല്ലാവരും ഇടുന്ന ചുരിദാറല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളുടെ ഡെയിലി യൂസിൻ്റെ ഒരു സാധനമായിട്ട് മാറും. പിന്നെ അതിൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കിതിലെ തമാശ തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, പണ്ട് ഞാൻ ചുരിദാർ ഇടുമ്പോൾ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഷോൾ ഇടും, എന്നിട്ടാണ് നമ്മൾ ചുരിദാർ ഇടുന്നത്. ആ സമയത്ത് ഇറുകിപ്പിടിച്ച ബ്ലൗസും പാവാട ഇട്ട് നടക്കുന്നവരാണ് നല്ല ആൾക്കാർ. ചുരിദാർ ഇട്ട് ഷോൾ ഇട്ട് നടക്കുന്നവർ മോശം ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുറേ പെൺകുട്ടികൾ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്നുണ്ട്. ഞാനും ജീൻസും ടോപ്പും ടീഷർട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു കാര്യം വന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ വന്നിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യും, പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ പോണ ഒരാളാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് സാധിക്കാത്തതാണ്. അലർജി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ എനിക്ക് പഴയ പോലെ ആകാൻ പറ്റുള്ളൂ. ഞാനൊരു ഷോർട്സ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോയിൽ ഷോർട്സ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഭാരം പോലെ ഫീൽ ചെയ്യും, എന്തോ മുഖത്തിങ്ങനെ ഇരിക്കണ പോലെ ഫീൽ ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ആളായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒഴിവാക്കി. പിന്നെ 2 ദിവസം മുമ്പ് ഒന്ന് പൗഡർ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കുരുവൊക്കെ ഇങ്ങനെ പൊന്തി. പിന്നെ വസ്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വസ്ത്രവും നമുക്ക് ഇടാം. പിന്നെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളെ വേറൊരു കണ്ണിൽ കൂടെ അവർ നമ്മളെ നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ചോദിക്കുക, എന്തിനാണ് അവരങ്ങനെ നോക്കാതിരുന്നാൽ പോലെ എന്നായിരിക്കും നമ്മളെ ചിന്ത വരിക. ശരിയാണ്, മറ്റുള്ളവർ നമ്മളെ വേറൊരു കണ്ണിൽ കൂടെ നോക്കാതിരുന്നാൽ മതി. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീനെ സൃഷ്ടിച്ചിട്ടുള്ളതും ഒരു പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളതും രണ്ട് രീതിയിലാണ്. അപ്പോൾ ഈ മാനുഫാക്ചർ ചെയ്ത സമയത്ത് സ്ത്രീനെ ഇപ്പോൾ എല്ലാം എന്താ പറയുക, മുഖവും ബോഡിയൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് കാണുമ്പോൾ ഓപ്പോസിറ്റ് ഇതിലുള്ള ആൾക്കാർക്ക് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും സ്വന്തം പെങ്ങന്മാരും അമ്മയും ഒന്നും അല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് വേറൊരു മൈൻഡിൽ കൂടെ ആയിരിക്കും അവർ കാണാം. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇങ്ങനെ എതിർത്ത് പറയണത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, മുമ്പിൽ കൂടെ ഒരു കുട്ടി പോകുമ്പോൾ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ച് പോകുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക, അതിനെ വീണ്ടും നോക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരുവിധം ആൾക്കാർ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൂരെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ടീഷർട്ടും കോട്ടൻ്റെ ലൂസ് പാൻറ്റുണ്ട്, അത് ഇടണതാണ് എനിക്കിഷ്ടം. കോട്ടൻ്റെ ടീഷർട്ടും ഉണ്ട്, അതാണ് ഇഷ്ടം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടാണ് അതിൽ. എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം, കിടക്കാനും നിൽക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഒരു ചുരിദാർ ഇട്ടാൽ വരെ എനിക്കിപ്പോൾ പറ്റുന്നില്ല. ചുരിദാർ നമ്മൾ ഇങ്ങനെ ഇത്തിരി ബോഡി ഫിറ്റിങ്ങുകളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വലിയൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ യാത്രകളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു കുറച്ച് നാളുകളായിട്ട്. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ലൂസുള്ള ഡ്രസ്സൊക്കെ വേണം. അപ്പോൾ അത് കാരണം ഞാൻ യാത്ര ചെയ്യാറില്ല. അപ്പോൾ എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും ഓരോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. അവരുടെ ബോഡിക്ക് കംഫർട്ടായിട്ടുള്ളൊരു വസ്ത്രം അവർ ധരിക്കുന്നുള്ളൂ. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. ഈ ചുരിദാർ തന്നെ ഇപ്പോൾ ഇടാൻ പറ്റില്ല. സാരി ഉടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇങ്ങനെ ഇറുകി പിടിച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ സ്ത്രീകളുടെ ഒരു ഭക്ഷണ രീതിയും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങനെയല്ല. പിന്നെ സ്ഥിരമായിട്ട് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതും വസ്ത്രമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഒന്നുമായിട്ട് ബന്ധമില്ല. പിന്നെ
പെൺകുട്ടികൾ ഇപ്പം നിങ്ങളുടെ മക്കൾ അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യമില്ല എങ്കിൽ മക്കൾ പറയണ് എനിക്ക് ആ വസ്ത്രം വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം അവരോട് ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് ആ വസ്ത്രം ചൂസ് ചെയ്യണമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇന്നതാണ് കാരണം, എനിക്ക് ഇന്നൊരു പ്രോബ്ലം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇട്ട് കാണുമ്പോഴത്തെ ഒരു ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ ആയിരിക്കും അവർ പറയും. അപ്പോൾ ഈ പെൺകുട്ടികളും അമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വസ്ത്രമായാലും നമ്മുടെ ബോഡിക്ക് അത് ചേരുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പം നമ്മളെ പണ്ടൊക്കെ ഞാൻ മനോരമയും മംഗളൊക്കെ വായിക്കുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അന്ന് അതിലൊക്കെ വരുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, കഥയിൽ വരുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇങ്ങനെ കറക്റ്റ് ബോഡി ഷേപ്പൊക്കെ ആയിട്ട്, അങ്ങനെയൊക്കെയുള്ള ബോഡി ഷേപ്പൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏത് വസ്ത്രം ചേരും. പക്ഷേ ഒരിക്കലും നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ വയറിൻ്റെയും ഹിപ്പിൻ്റെയൊക്കെ വണ്ണം ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ വസ്ത്രങ്ങളും ചേർന്നോളണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിന് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് കിടക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. പക്ഷേ ആ കംഫർട്ടിന് വേണ്ടി ഇടുകയാണെങ്കിൽ ഓക്കെ. ഒരു ഫാഷനായിട്ട് നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പും കൂടി നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ചില ആഭരണങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നും. പക്ഷേ ആ ഭംഗിയുള്ള ആഭരണം നമ്മൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സ്യൂട്ടാവാറില്ല. ചിലത് നല്ല പോലെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് വസ്ത്രധാരണത്തിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അമ്പലങ്ങളിൽ പോകുമ്പോൾ ഈ ജീൻസും ഇറക്കമില്ലാത്ത ടോപ്പൊക്കെ ഇട്ട് പോകണമാണ് നമുക്ക് വല്ലാത്തൊരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ടൈറ്റ് ജീൻസും ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് അമ്പലത്തിൽ വരുമ്പോൾ അവരവിടെ വന്നതിന് മുഴുവനോടൊരു ഗുണം കിട്ടുമോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ആണ് കേട്ടോ നമ്മുടെ ബോഡി വ്യവസ്ഥ ഭയങ്കര ബാധകമാണ് കേട്ടോ. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും കോട്ടൻ്റെ വസ്ത്രങ്ങളും അയഞ്ഞ വസ്ത്രങ്ങളും ധരിച്ചിട്ടായിരിക്കണം എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകേണ്ടതെന്നാണ് ആചാര്യന്മാരും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കാണ് പോകണം. അതുകൊണ്ടാണ് സെറ്റ് മുണ്ട് എടുത്ത് പോകണണ്ടിട്ടില്ലേ അമ്മമാരൊക്കെ. സെറ്റ് മുണ്ട് ഭയങ്കര കംഫർട്ടാണ്. നല്ല കോട്ടൻ്റെ മിക്സായിട്ടുള്ളതല്ല, കോട്ടൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പോണത് ഭയങ്കര നല്ലതാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുക, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ നോക്കുക, ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ളവർ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അട്രാക്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ അതൊരു മോശമായ ഒരു അപ്രോച്ച് നമ്മളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആവുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടാവണത്. അപ്പോൾ ഒരു കുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിച്ച് പോകുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ച് വിടുക. എല്ലാവരുടെ സ്വാതന്ത്ര്യത്തിനും ഇഷ്ടത്തിനും നടക്കട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു എക്സിക്യൂട്ടീവായ രീതിയിലുള്ളൊരു സാരി ഉടുത്തിട്ട് ചെല്ലുന്ന ഒരു സ്ത്രീയും അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇതായിട്ട് വലിയൊരു കാര്യമില്ലാതെ എന്തെങ്കിലും ഒരു ചുരിദാറോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഇണങ്ങാത്ത രീതിയിലുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് ചെല്ലുന്നൊരു സ്ത്രീക്കും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന പരിഗണന എക്സിക്യൂട്ടീവായിട്ട് ചെല്ലുന്നൊരു സ്ത്രീക്കായിരിക്കും. ചിലപ്പോൾ അവരെക്കാൾ ബുദ്ധിയും കാര്യപ്രാപ്തിയൊക്കെ ഈ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ പോലും പരിഗണന കിട്ടാവർക്കാണ്. വസ്ത്രത്തിന് അങ്ങനെ വലിയൊരു പങ്കുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ചൊരു പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ കുറച്ചൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ പോകാൻ ശ്രമിക്കുക. അത് നല്ല കോട്ടൻ്റെ സാരി നല്ലപോലെ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയാണ്. പിന്നെ കോളർ ടൈപ്പുള്ള ടോപ്പുകളും മറ്റേ ടൈറ്റ് ലെഗീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാതെ കുറച്ചൊരു ലൂസായിട്ടുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് ഓഫീസുകളിൽ പോകണം നല്ലതാണ്. പക്ഷേ എനിക്ക് ലെഗീൻസ് മറ്റേ ഷോർട്ട്സില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടൂ വീലറിൽ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്, അതിട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു.